തുടർച്ചയായി 11 സ്വാതന്ത്ര്യദിനങ്ങളിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ആയിരിക്കുകയാണ് നരേന്ദ്രമോദി. ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ശേഷം ആദ്യമായാണ് ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി 11 വർഷം തുടർച്ചയായി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നതിന് മുൻപായി പ്രധാനമന്ത്രി സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നിരുന്നു. मैं आशा करता हूं कि वहां पर हालात जल्द ही सामान्य होंगे, खास करके 140 करोड़ देशवासियों की चिंता कि वहां हिंदू, वहां के अल्पसंख्यक, उस समुदाय की सुरक्षा सुनिश्चित हो। भारत हमेशा चाहता है कि हमारे पड़ोसी देश सुख और शांति के मार्ग पर चले। शांति के प्रति हमारा कमिटमेंट है. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ തലസ്ഥാനത്ത് പ്രധാനമന്ത്രി ത്രിവർണ്ണ പതാക ഉയർത്തിയതോടെ അത് ചരിത്രമായി മാറുകയും ചെയ്തു. സുബേദാർ മേജർ രജീന്ദർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചാബ് റെജിമെന്റ് മിലിറ്ററി ബാൻഡ് ആണ് ചടങ്ങിൽ ദേശീയ ഗാനം ആലപിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനികളോട് രാജ്യം അഗാധമായി കടപ്പെട്ടിരിക്കുന്നുവെന്നും നന്ദി രേഖപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ചെങ്കോട്ടയിലെത്തിയ പ്രധാനമന്ത്രിയെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത്, പ്രതിരോധ സെക്രട്ടറി ശശിധർ അരമന എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത്. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള മോദി സർക്കാരിന്റെ കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്ന വീക്ഷിത് ഭാരത് 2047 സന്ദേശത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം. ഈ വർഷത്തെ ആഘോഷങ്ങളിൽ ഏകദേശം 6000 വിശിഷ്ടാതിഥികളുടെ പങ്കാളിത്തമുണ്ടായിരുന്നു. ഇന്ത്യൻ നേവി ഏകോപിപ്പിച്ച ഈ വർഷത്തെ ഗാർഡ് ഓഫ് ഓണറിൽ ആർമി, എയർഫോഴ്സ്, ഡൽഹി പോലീസ് എന്നീ സംഘങ്ങളും അണിനിരന്നു. പതാക ഉയർത്തിയ ശേഷം ദീർഘമായ പ്രസംഗമാണ് പ്രധാനമന്ത്രി നടത്തിയത്. ഇന്ത്യയിൽ നിന്ന് കൊളോണിയൽ ഭരണം പിഴുതെറിഞ്ഞ 40 കോടി ജനങ്ങളുടെ രക്തം വഹിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. 40 കോടി ആളുകൾക്ക് അടിമത്തത്തിന്റെ ചങ്ങലകൾ തകർക്കാൻ കഴിയുമെങ്കിൽ 140 കോടിയുടെ ദൃഢനിശ്ചയം കൊണ്ട് എന്ത് നേടാനാകുമെന്ന് സങ്കല്പിക്കുകയെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിനും രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള വലിയ പരിഷ്കാരങ്ങൾക്ക് തന്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദരിദ്രർക്കും ഇടത്തരക്കാർക്കും ആരുമില്ലാത്തവർക്കും വേണ്ടി ഞങ്ങൾ ഈ നാട്ടിൽ വലിയ പരിവർത്തനങ്ങൾ കൊണ്ടുവന്നു. നമ്മുടെ യുവാക്കളുടെ അഭിലാഷങ്ങൾക്കായി അവരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നതിനുള്ള പാത ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ ഞങ്ങളിത് ചെയ്യുന്നത് മാധ്യമ ശ്രദ്ധയോ പ്രശംസയോ ആഗ്രഹിച്ചല്ല, ആരുടെയും നിർബന്ധം കൊണ്ടുമല്ല, മറിച്ച് ഈ രാജ്യത്തെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. 2036 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ കഴിയണം എന്നുള്ളത് ഇന്ത്യയുടെ സ്വപ്നമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഈ ലക്ഷ്യത്തിനായുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗം വളരെ സൂക്ഷ്മമായാണ് അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ വീക്ഷിച്ചത്. G20 ഉച്ചകോടി പോലുള്ള വലിയ പരിപാടികൾക്ക് ആതിഥേയത്വം വഹിക്കാൻ കഴിഞ്ഞ ഇന്ത്യക്ക് ഇനി അടുത്ത സ്വപ്നം 2036 ഒളിമ്പിക്സ് മത്സരങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്തുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി കൂടുതൽ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന തയ്യാറെടുപ്പിലാണ് ഇന്ന് ഇന്ത്യയുള്ളത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത എല്ലാ കായിക താരങ്ങൾക്കും പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ ആശംസകൾ അറിയിച്ചു. വരാനിരിക്കുന്ന പാരാലിമ്പിക്സിനായി തയ്യാറെടുക്കുന്ന കായിക താരങ്ങൾക്കും അദ്ദേഹം ആശംസ നേർന്നിട്ടുണ്ട്.